വൺ എന്ന ചിത്രത്തിലൂടെയായി ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കുറിച്ചതാണ് ഇഷാനി കൃഷ്ണ. മകളുടെ ചിത്രത്തിൽ അച്ഛനും അഭിനയിച്ചിരുന്നു. ആദ്യ സിനിമ കഴിഞ്ഞ് കാലം കുറേയായെങ്കിലും പിന്നീട് ഇഷാനിയെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. വ്ളോഗിലൂടെയായി ജീവിതവിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇഷാനി. ഇപ്പോഴിതാ ദിയയുടെ ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഗൗണിലായിരുന്നു ഇത്തവണ എല്ലാവരും എത്തിയത്. ഡ്രസ് മേടിക്കാനായി പോയതു മുതലുള്ള വിശേഷങ്ങളായിരുന്നു വീഡിയോയിൽ കാണിച്ചത്. കുഞ്ഞമ്മ എന്നോ ആൻറ്റി എന്നോ വിളിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് ഇഷാനി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. വിവാഹത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഒന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും ഇഷാനി പറഞ്ഞിരുന്നു. വീഡിയോകളുടെ താഴെയെല്ലാം ഇഷാനി കുഞ്ഞമ്മ എന്ന് സംബോധന ചെയ്തായിരുന്നു കമൻറ്റുകൾ. തമാശ പോലെയായി സംസാരിച്ചതായിരുന്നു ഇഷാനി. എന്നാൽ അത് മറ്റൊരു തരത്തിലായിരുന്നു വ്യാഖ്യാനിച്ചത്. സുന്ദരിക്ക് പൊട്ടു തൊടുന്നതിനു പകരം ബേബിക്ക് പൊട്ടുവെക്കുന്ന ഗെയിമായിരുന്നു ബേബി ഷവറിൽ ഉൾപ്പെടുത്തിയത്. പരിപാടിക്കെത്തിയവരും ഈ ഗെയിമിൽ പങ്കെടുത്തിരുന്നു. അർജുനായിരുന്നു കൃത്യമായി എല്ലാം ചെയ്തത്. പെർഫെക്റ്റ് എന്നായിരുന്നു ഇഷാനിയുടെ കമൻറ്റ്. ഇഷാനിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ പോലെയുണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത്. ഗെയിമിൽ വിജയിച്ച സന്തോഷമായിരുന്നു അർജുൻ്റെ മുഖത്ത്. വീഡിയോയിലെ ഈ ഭാഗത്തെക്കുറിച്ചായിരുന്നു ചർച്ചകളെല്ലാം. ഇതെങ്ങനെ ഇത്ര കൃത്യമായി സെറ്റാക്കിയെന്നായിരുന്നു ചോദ്യങ്ങൾ. വർഷങ്ങളായി അർജുനെ അറിയാം. വീട്ടിലേക്ക് വരാറുണ്ട്. അർജുൻ്റെ കമ്പനിയാണ് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്തതെന്നും ഇഷാനി പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലെ എല്ലാം സെറ്റാക്കിയതിന് അർജുനോടാണ് നന്ദിയെന്ന് സിന്ധു കൃഷ്ണയും പറഞ്ഞിരുന്നു. ബേബി ഷവറിനെത്തിയപ്പോഴും ഇഷാനിയും അർജുനും ഒന്നിച്ച് ചിത്രങ്ങൾ എടുത്തിരുന്നു. അഹാനയും അർജുനൊപ്പമായിരുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. അമ്മൂമ്മയുടെയും അർജുൻ്റെയും കോസ്റ്റ്യൂം നല്ല മാച്ചാണ്. ഞാനും അപ്പൂപ്പനുമാണ് മാച്ച് എന്നും ഇഷാനി പറഞ്ഞിരുന്നു. ദിയയുടെ കല്യാണത്തിനും പ്രഗ്നൻസി പൂജയ്ക്കും വളകാപ്പിനുമെല്ലാം അർജുനും പങ്കെടുത്തിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ഇരുവരും പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ച് ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ജോലി ചെയ്ത് പൈസയുണ്ടാക്കാനും ആഗ്രഹിച്ച പോലെ യാത്രകളൊക്കെ പോകാനുമാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഷാനി അന്ന് പറഞ്ഞത്.